അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി 6 അടി മണ്ണ് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ ഉറക്കപ്പറ ഓതിക്കൂടെ. ചെറിയൊരു സൂറത്താ, ഒരുപാട് വലുതൊന്നുമല്ല. നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്ക്. നിയ്യത്ത് ചെയ്യുന്നവർ 6 അടി മണ്ണ് മണിയറയാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഏത് സൂറത്തെന്നറിയോ? സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 30 ആയത്തങ്ങാണ്ടുണ്ട്. 2.25 പേജേ ഉള്ളൂ. 2.25 പേജ് മാത്രമുള്ള ഈ സൂറത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ആരെങ്കിലും ഓതിയാൽ അവന്റെ 6 അടി മണ്ണിൽ അവന് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഇവിടെ സൂറത്തുൽ മുൽക്ക് ഓതുന്നത് പോയിട്ട് ടിവിയുടെ വെണ്ടിയിരുന്ന് സീരിയൽ കാണുന്ന സമയ. പെണ്ണുങ്ങളൊക്കെ ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സീരിയൽ കാണുന്ന സമയം അല്ലേ, അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരയാ. സീരിയലിൽ ഒരു പെണ്ണ് പണത്തിന് വേണ്ടി അഭിനയിച്ചിട്ട് ഇങ്ങനെ കരയും. എന്റെ ഉമ്മാന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുക. നിന്റെ പെറ്റ തള്ളെ ഓർത്തിട്ട് നീ കരഞ്ഞിട്ടുണ്ടോ? മരിച്ചുപോയ നിന്റെ ഉമ്മാനെ കുറിച്ച് ഓർത്തിട്ട് നിന്റെ കണ്ണിന്ന് വരെ നിറഞ്ഞിട്ടുണ്ടോ? ഉമ്മ ഇവിടെ വാപ്പാനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിൽ എത്രയോ പേര് മാരക രോഗം പിടിച്ചിട്ട് കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു. നീ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടോ? നിനക്ക് ചന്ദനമഴയും പരസ്പരവും കണ്ടാ നിന്റെ കണ്ണ് നിറയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കരച്ചല. എന്നിട്ട് പറയാ, ഉസ്താദേ ഞാൻ പറഞ്ഞ എന്റെ മക്കള് കേൾക്കണില്ല, എനിക്ക് കണ്ണീരാ, സമാധാനമില്ല. കൊല്ലം ജില്ലയിൽ ഒരു പെണ്ണ് പടച്ചോനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണാം. സ്വന്തം കുഞ്ഞ് സ്കൂൾ വിട്ട് വന്നപ്പോ കഴുത്തിൽ ഷാലിട്ട് മുറുക്കിയിട്ടിട്ട് കത്തിച്ച് കളഞ്ഞു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ സീരിയലും സിനിമയൊക്കെ നല്ലതുപോലെ കണ്ടോ? എങ്ങനെയാ കൊല്ലണ്ടെന്നറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം നിന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയൂ, ഉസ്താദേ മക്കളൊന്നും ഞാൻ പറയുന്നത് അനുസരിക്കണില്ല. എങ്ങനെ അനുസരിക്കാനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആദ്യം നിങ്ങൾ നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവർക്കും ഉപദേശിക്കാൻ 1000 നാവാം. വാപ്പ വീടിന്റെ മുന്നിൽ ഇരിക്കും, ബാങ്ക് വിളിക്കുമ്പോ മോനോട് പറയും പള്ളിയിൽ പോടാ, നിസ്കരിക്കാൻ പോടാ. ഞാനിവിടെ ഇരുന്നോളാം. വാപ്പായ്ക്കൊരു അസുഖവുമില്ല. വാപ്പ വീട്ടിൽ ഇരുന്നിട്ട് മക്കളോട് പറയും നിസ്കരിക്കാൻ പോകാൻ. മഗ്രിബിന്റെ സമയമായി, ഉമ്മ മോളോട് പറയും ഖുർആനോത്, നിസ്കരിക്ക്, സലാത്ത് പറ. ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുക ടിവിയുടെ ഫ്രണ്ടിൽ. ഇതാവസ്ഥ. എല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ കാര്യമാണ്. പക്ഷെ ഉപദേശിക്കേണ്ടത് എങ്ങനെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ഉമ്മ ഒരു മകനെയും കൊണ്ടുവന്നു. ഒരു ചെറിയ മകനെ കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നബിയെ മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്നു നബിയെ. ആര് പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല, ആര് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല നബിയെ. ഇങ്ങൊന്ന് പറ നബിയെ, എന്റെ പൊന്നുമോൻ കേൾക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മ നിങ്ങൾ പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു വിട്ടു. ഈ ഉമ്മ തന്റെ മകനെയും കൊണ്ട് മടങ്ങിപ്പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എല്ലാ ഉമ്മമാരും കേട്ടോ, വീട്ടിലുള്ള മക്കളെ ഉപദേശിക്കണ എല്ലാ വാപ്പയും ഉമ്മയും കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉമ്മ തന്റെ പൊന്നുമകനുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മകനെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ മധുരം അധികമായിട്ട് തിന്നരുത്, ശരീരത്തിന് നല്ലതല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. മധുരം അധികമായിട്ട് തിന്നരുത്, ശരീരത്തിന് നല്ലതല്ല. ഈ ഉമ്മ ചോദിച്ചു, ഇത് പറയാനാണോ നബിയെ ഒരാഴ്ച എടുത്ത്? അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു? ഇതായിരുന്നെങ്കിൽ അന്നേ അങ്ങ് പറഞ്ഞുകൂടെ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, ഉമ്മ മധുരം അധികമായിട്ട് ഞാൻ കഴിക്കാറുണ്ട്, ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം നീ ഒന്ന് നന്നാകു പെണ്ണെ, നീ നിസ്കരിക്ക്, നീ ഖുർആനോത്, നീ നല്ല കാര്യങ്ങൾ ചെയ്. നിന്റെ മക്കളോട് പറയണ്ട, അവര് ചെയ്യും. നിന്റെ മക്കളോട് നിസ്കരിക്കടാ എന്ന് നീ പറയണ്ട. നീ നിസ്കരിക്കുന്നത് കണ്ടു വളർന്ന മക്കള് അവര് നിസ്കരിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിലുള്ള സമയമുണ്ടല്ലോ, അപ്പോഴല്ലേ സൂറത്തു യാസീൻ ഓതേണ്ടത്, അപ്പോഴല്ലേ സൂറത്തുൽ വാഖിഅ ഓതേണ്ടത്, സൂറത്തു സജ്ദ ഓതേണ്ടത്, അല്ലാഹുവേ സൂറത്തുൽ മുൽക്ക് ഓതേണ്ടത്. എന്റെ പ്രിയ
പ്രിയപ്പെട്ട പെങ്ങള് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് ഓതിയ നിന്റെ ആറടി മണ്ണിനകത്ത് പ്രകാശമുണ്ടാകും, നിനക്ക് രക്ഷ കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പടച്ചവരെ സീരിയലിലെ പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ട് കൂടെ ഇരുന്ന് കരയുന്ന ഉമ്മ, അവരൊന്നുമല്ല നായികമാര്, അവരെല്ലാം അഭിനയമാണ്, പണത്തിന് വേണ്ടി അഭിനയിക്കുന്നവരാണ്. പക്ഷെ അഭിനയിക്കാത്തവരെ പെണ്ണിനെ ഞാൻ പറഞ്ഞു തരട്ടെ, നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാടാരടകുള്ള അല്ലാഹുവേ ഒരു പെണ്ണ് എത്രയോ സഹോദരിമാര് കഴിഞ്ഞു പോയി പെങ്ങളു. എന്റെ പ്രിയപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല പടച്ചവരെ തന്റെ വീടിനകത്ത് ആരും കാണാതെ സ്വന്തമായിട്ടൊരു ഖബർ കൊടുക്കുകയാ. തന്റെ വീടിനകത്ത് സ്വന്തം കൈകൊണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഒരു ഖബർ കൊടുക്കുകയാ. എന്നിട്ട് ഖബർ കുടിച്ചിട്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്ന് നിസ്കാരമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് ആറടി മണ്ണിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുകയാ. പക്ഷേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ആറടി മണ്ണിനകത്തിരുന്ന് ഏറ്റവും പ്രാവശ്യം ഓതിയവരായത്തുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയവരായത്തുണ്ടായിരുന്നു. ഈ ആയത്തോതിയിട്ട് നഫീസ് റളിയല്ലാഹു തആല കരഞ്ഞ് ഖബറിനകത്ത് തളർന്നു വീഴുമായിരുന്നു. അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ആയത്ത് ഏതെന്നറിയുവോ? ഇന്നലതൈനാ أنكالا وجهيما وطعاما ذا غصة وعذابا أليما. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ആരും കാണാതെ വീടിനകത്ത് കുളിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ ആയത്തോതിയിട്ട് കരയുകയാണ്. കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മൈമൂനത്തുൽ മിസ്രിയാനെ നിനക്കറിയുവോ പൊന്നുമോള്? മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഇങ്ങനെ ഓതുകയാണ്. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ. നാളെ പടച്ചവന്റെ സ്വർഗത്തില് ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വർണ്ണത്തിന്റെ ചാരിക സൂര്യയില് അവരിന്ന് സുഖിക്കുമെന്ന് ഖുർആൻ പറയുന്ന ആയത്തോരുമ്പോ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ വിവാഹം കഴിച്ചിട്ടില്ല. അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാ, എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണ് റബ്ബേ? എന്റെ സ്വർഗത്തിലെ ഭാര്യയെ എനിക്ക് കാണിച്ചു തരണയല്ലോ. എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണ്? എനിക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു തരണേ തമ്പുരാന്. അവിടുന്ന് ദുആ ചെയ്യുകയോ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അവിടുന്ന് സ്വർഗത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവേ, മൈമൂനത്തുൽ മിസ്രിയ പടച്ച റബ്ബ് കാണിച്ചു കൊടുക്കുകയോ. റബിയ ഉറക്കത്തിൽ നിന്ന് ചാടിയെടുത്തു. തന്റെ സ്വർഗത്തിലെ ഭാര്യയൊന്ന് ജീവനോടെ കാണണമല്ലോ. തന്റെ സ്വർഗത്തിലെ ഭാര്യയെ ജീവനോടെയൊന്ന് കാണണമല്ലോ. അല്ലാഹുവേ, എഴുന്നേറ്റ് രാജ്യത്തേക്ക് മിസ്റിലേക്ക് കടക്കുകയാ. അല്ലാഹുവേ, ലോകമറിയുന്ന പണ്ഡിതനാണ്. ആ നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ജനങ്ങൾ ചോദിച്ചു, എന്താണ് വന്നത്, എന്തിനാണ് വന്നത്? അവിടെന്ന് പറഞ്ഞു, മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവളെ കാണാമെന്നതാണ്. ജനങ്ങൾ തെരഞ്ഞു നടക്കുകയാണ്. ഈ പണ്ഡിതൻ അന്വേഷിക്കുന്ന മൈമൂനയാരാ? അവസാനം ജനങ്ങൾ വന്ന് പറഞ്ഞു, തങ്ങള് മൈമൂന
എന്ന പേരുള്ള 3 പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട് തങ്ങള്. പക്ഷേ നിങ്ങൾ തിരയുന്നവര് 3 പേരുമല്ല. കാരണം അവർ അല്ലാഹുവിനെ പേടിയില്ലാത്തവരാ, അവര് പടച്ചുറപ്പിനെ മറന്നു ജീവിക്കുന്നവരാ. റബിയ പറഞ്ഞു, അല്ല, മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവളെ കാണാതെ ഞാൻ പോകില്ല. ആ സമയത്തൊരു മനുഷ്യൻ പറയുന്നു, തങ്ങളെ, മൈമൂന എന്ന പേരുള്ള ഒരു ഭ്രാന്തി പെണ്ണുണ്ട് തങ്ങളെ. അവൾക്ക് ഭ്രാന്താ തങ്ങള്. അവള് പാതിരാത്രി പാട്ടുപാടുന്നവളോ, അവള് ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളോ. റബിയ പറഞ്ഞു, എങ്കിലും ഞാൻ പറയുന്ന മൈമൂന അവളാ. അവളുടെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോ ജനങ്ങൾ പറഞ്ഞ് പർവ്വതത്തിന്റെ മുകൾ തട്ടിലാടൂ, രാത്രിയിൽ മാത്രമേ ഇറങ്ങി വരാറുള്ളൂ. റബിയ കടന്നു ചെല്ലുമ്പോ തന്റെ സ്വർഗത്തിലെ മണവാട്ടിയ കാടാ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മൈമൂന നമസ്കാരത്തിലാ. അവിടത്തെ നമസ്കാരം കഴിഞ്ഞു. റബിയ പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. സലാം പറഞ്ഞു തീരുമ്പോ അവിടെന്ന് പറഞ്ഞു, വഅലൈക്കുമുസ്സലാം റബിയ. റബിയ ചോദിച്ചു, ജീവിതത്തിൽ ആദ്യമായിട്ടാ നമ്മൾ പരസ്പരം കാണുന്നത്, എന്റെ പേരെങ്ങനെ മനസ്സിലായി? അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. എന്നെ കാണാമെന്നതല്ലേ, എന്റെ സ്വർഗത്തിലെ പുതുമണമാണനല്ലേ, എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ. പടച്ചവരെ, മൈമൂന പറയുന്നു, റബിയ, എനിക്കൊരാഗ്രഹമുണ്ട് റബിയ. പെണ്ണ് കാണാമെന്നവനോട് അല്ലാഹുവേ മണവാട്ടി പറയുകയാണ്, എനിക്കൊരഭിലാഷമുണ്ട്, എനിക്കൊരു മോഹമുണ്ട്, ഒന്ന് സാധിച്ചു തരുവോ റബിയ? എന്താണ് മൈമൂന? റബിയ, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും ഓതുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് ഓതുന്നത് കേൾക്കാ. വല്ലാത്ത കൊതിയാണ് റബിയ. പരിശുദ്ധമായ ഖുർആനും ഓതുവോ? തന്റെ പുതുമണവാട്ടിയുടെ അഭിലാഷമാണല്ലോ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. തന്റെ സ്വർഗത്തിലെ ഭാര്യയാണല്ലോ, തന്റെ മണവാട്ടിയാണല്ലോ. അല്ലാഹുവേ, ഒരു സൂറത്ത് ഓതിക്കൊടുക്കുകയാ. ഏത് സൂറത്താ ഓതിക്കൊടുത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. റബിയ ഓതുകയാ, മൈമൂന കേട്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, ഓതി ഓതി ഇന്നലദൈനാ അൻകാനൻ വജഹീമാ. ഈ ആയത്തെത്തിയപ്പോ രണ്ടുപേരുടെയും കൈകാല് വിറയ്ക്കുകയാ, രണ്ടുപേരുടെയും കണ്ണ് നിറയുകയാ. പടച്ചവരെ, മൈമൂന പറയുന്നു, റബിയ ഒന്നുകൂടെ ഓത് റബിയ, ആയത്തൊന്നുകൂടെ ഓത് റബിയ. എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന, എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. മൈമൂന പറയുന്നു, റബിയ എന്റെ അഭിലാഷമാ റബിയ, എന്റെ മോഹമാണ് റബിയ, ഒന്നുകൂടെ ഓത് റബിയ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാര് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് അവിടുന്ന് ഓതുന്നു, ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ഉസ്സതിൻ വഅദാബൻ അലീമാ. നാളെ നരകവാസികളെ ചെങ്ങലയിൽ കെട്ടിയിട്ട് കൊണ്ടുവരുന്ന രംഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത് വരുമ്പോ
രണ്ടുപേരെ തളർന്നു വീഴുകയാ, രണ്ടുപേരെ തളർന്നു വീഴുകയാ. ഈ വയല് കേൾക്കാൻ ഓടി വന്ന പെങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു ആയത്ത് കേട്ടിട്ട് നെഞ്ച് പൊട്ടിയിട്ട് മരിച്ചുപോയി പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് കേട്ടിട്ട് അവിടുന്ന് ഹൃദയം പൊട്ടി മരിച്ചുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആനൊന്ന് മുറുകെ പിടിക്കുമോരേ, ഒന്നോതാനുള്ള മനസ്സ് കാണിക്കുമോരേ, ഒരു നല്ല മരണം കിട്ടണമെന്ന് കൊതിക്കുന്നവനല്ലേ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ തന്റെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ വീടിനകത്തേക്ക് ശത്രുക്കൾ കടന്നു വരുന്നത്. ഒരു പിടിച്ച വാളുമായി വീടിനകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ കേറിയിട്ട് തടയുകയാ. അല്ലാഹുവേ, അവർ രണ്ട് കൈയും വെട്ടിമുറിക്കുകയാണ്, രണ്ട് കാലും വെട്ടിമുറിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ മുടിയിൽ പിടിച്ചിട്ട് വലിച്ചിടച്ച് വീടിന്റെ വെളിയിലേക്ക് വലിച്ചെറിയുമ്പോ ശത്രുക്കള് പിറകിലൂടെ കടന്നു വന്നിട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് കടാര കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല വെളിയിലേക്ക് വീടുമ്പോ ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. കുത്തുകൊണ്ടിട്ട് താഴേക്ക് വീഴുമ്പോഴും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖുർആൻ വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരു മരണസമയത്ത് പോലും തന്റെ കയ്യിലിരുന്ന ഖുർആൻ വിട്ടില്ല. അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ചുടുതുള്ളി രക്തം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുകളിലേക്ക് വീഴുകയാ. ഏതായത്തിന്റെ മുകളിലാണ് വീണതെന്നറിയുവോ? പരിശുദ്ധമായ ഖുർആനിന്റെ മുകളിൽ തന്റെ ചുടുരക്തം ഇങ്ങനെ വീണിട്ട് ലോകത്തോട് യാത്ര പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, ഒരു നല്ല മരണം വേണ്ടേടാ, ഒരു നല്ല മരണം വേണോ പൊന്നുമോനെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഒരുപാട് ചിരിക്കല്ലേ, ഒരുപാട് ആസ്വദിക്കല്ലേ, പടച്ചറപ്പിനെ മറന്നു പോകല്ലേ. ഒരുപാട് ചിരിക്കണമെന്ന് തോന്നുമ്പോ, ഒരുപാട് സന്തോഷമുണ്ടാകുമ്പോ കുല്ലും സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാഖീനലിഹി. കാലിൽ കിടക്കുന്ന ചെരുപ്പിലേക്കൊന്ന് നോക്കടാ. ആ ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു. മരണം നിന്റെ കൂടെയുണ്ട് ചെറുപ്പക്കാരാ. എടാ, ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാറൂ. അത് സന്തോഷമുണ്ടാകുമ്പോഴല്ല, പണം കിട്ടുമ്പോഴല്ല, കല്യാണ രാത്രിയിലല്ല, മക്കളെ കാണുമ്പോഴല്ല, തമാശ കേൾക്കുമ്പോഴല്ല, സന്തോഷമുണ്ടാകുമ്പോഴല്ല. ജീവിതത്തിൽ ഒരിക്കലേ മനസ്സറിഞ്ഞിട്ട് ചിരിക്കാവൂ. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയുവോ? അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ والناس حولك يلحقون سرورا وجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട യുവത്വേ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച സമയമുണ്ടല്ലോ. അല്ലാഹുവേ, നീ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് ശപിക്കപ്പെട്ട ശൈത്താൻ നിന്റെ മുന്നിലേക്ക് ഓടി വരികയാ, നിന്റെ മുന്നിലേക്ക് ഓടി വരികയാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വന്ന നിന്റെ ശരീരത്തെ നുള്ളികെട്ടവന് നോവിക്കുകയാ.
വല്ലാത്ത വേദനയാ. ഞാനും നിങ്ങളും വേദന കണ്ടു കിടന്ന് പുളഞ്ഞ് കരയുമ്പോ ഈ ശപിക്കപ്പെട്ടവന് മാറി നിന്നിട്ട് ചിരിച്ചു പോരെ. നമ്മളെല്ലാവരും കരയുന്നത് കണ്ടിട്ട് അവന് ചിരിച്ചടാ ചെറുപ്പക്കാരാ, അവൻ സന്തോഷിച്ചടാ ചെറുപ്പക്കാരാ. നീ കരഞ്ഞ സമയത്ത് അവന് ചിരിച്ചവരാടാ, നീ കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരാടാ. അതുകൊണ്ട് പൊന്നുമോനെ വജ്ഹദിലി നഫ്സിക അന്തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. മോനെ നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും പടച്ചവരെ എല്ലാവരും കരയുന്ന ഒരു ദിവസമുണ്ട് പൊന്നുപോരേ. നീ മരിച്ചാൽ ആദ്യം കരയേണ്ടത് വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും ഒപ്പം കൂട്ടുകാരും മലക്കുകളുമല്ല. നീ മരിച്ചാൽ ആദ്യം കരയേണ്ടതാരെന്നറിയുമോ? സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ച ശൈത്താൻ അവൻ നിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, നിന്റെ കൂട്ടുകാരുടെ രൂപത്തില് കയ്യിലെ വെള്ളം പിടിച്ചുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് കടന്നു വന്നിട്ട് അവന് പറയുന്നു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, കുടിക്കാ വെള്ളം തരാമോനെ എന്ന് പറഞ്ഞുകൊണ്ടവൻ നമ്മളെ ചതിക്കാൻ നോക്കുന്ന സമയത്ത് പോടാ ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നെറ്റിയിൽ എഴുതി വച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ വായിച്ചിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതാടാ മരണവ്, അതാടാ മരണവ്. നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആരും വേണ്ട. നിന്റെ റൂഹ് പിടിക്കുന്ന മരക്കുന്ന മുഖത്തെഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ നീ ഉറക്കെ പറഞ്ഞു മരിച്ചിട്ട് പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോകുന്ന കാഴ്ച കാണുമ്പോ ശപിക്കപ്പെട്ട ശൈത്താൻ നെഞ്ചുപൊട്ടികെട്ട് കരയണം മോനെ, നെഞ്ചുപൊട്ടികെട്ട് കരയണമെന്നോ. അല്ലാഹുവേ, അല്ലാഹുവേ ഒരു നല്ല മരണം തരണേ അല്ലാ. ശപിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവരെ മുഴുവനും ഞങ്ങൾ മരിച്ചതുപോലെ മരിക്കാ കൊതിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. വേറെ വലിയ പിരിവൊന്നുമില്ല, ഇതിലൂടെ കിട്ടുന്നതല്ലാതെ മറ്റൊന്നും അവർക്കില്ല. അവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ശപിക്കപ്പെട്ട ശൈത്താനിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇടല്ലേടാ, ഒരു രൂപ പോലും ഇടല്ലേ, നരകമാടാ നല്ലത്, നരകമാടാ നല്ലത്, പണമാടാ വലുത്. ശൈത്താനിന്റെ ചാരത്ത് നിന്ന് പറയുമ്പോ എടാ സ്വർഗമാടാ വലുതെന്ന് പറഞ്ഞ് ഒരു നല്ല മരണം കിട്ടി മരിക്കോ, സ്വർഗം കണ്ട് മരിക്കോ, ഈമാനോടുകൂടി മരിക്കാറ് ഒരു സദഖ ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവേ, അല്ലാഹുവേ ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു അവർക്കൊരു നല്ല മരണം കൊടുക്കണേ അല്ലാ, ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സംഘാടകരുടെ ബക്കറ്റിൽ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എല്ലാവരും ശൈത്താൻ അടുത്ത് നിന്നിട്ട് പറയും പൈസയാ വലുത്, സ്വർഗമല്ല. അവനെ തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കുക, എടാ സ്വർഗമാ വലുതെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്